സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ ബിഗിനേഴ്സും ഒരു കാര്യം അറിയാതെ അവർ കുറേ പൈസകൾ കളയാറുണ്ട്. എന്താണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞുതരാം. അവർ പറയും അവർ ഇൻവെസ്റ്റേഴ്സാണ്, പക്ഷേ അവർ ആക്ട് ചെയ്യുന്നത് ട്രേഡേഴ്സിനെ പോലെയാണ്. യെസ്, ട്രേഡറും ഇൻവെസ്റ്ററും രണ്ടാണ്. ഈ സിനാരിയോ നടക്കുന്നതൊക്കെ മാർക്കറ്റിൽ തന്നെയാണ്, പക്ഷേ ട്രേഡറിനും ഇൻവെസ്റ്ററിനും രണ്ട് പെർസ്പെക്റ്റീവാണ് ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിയാണ്. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെല്ല് ചെയ്യുന്ന ഡേയ്സ് അല്ലെങ്കിൽ മണിക്കൂറുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങളത് സെല്ല് ചെയ്യും. ആ ചെറിയ പ്രൈസ് മൂവ്മെൻറ്റിലുള്ള പ്രോഫിറ്റ് നിങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നിങ്ങൾക്ക് നല്ല ചാർട്ട് നോളജ് വേണം, ടൈമിംഗ് വേണം, ഡിസിപ്ലിൻ വേണം, ഓൾസോ സ്ട്രിക്ട്ലി റിസ്ക് മാനേജ്മെൻറ്റും അറിഞ്ഞിരിക്കണം. ഈ സെക്കൻഡ് പെർസ്പെക്റ്റീവാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിലോട്ടാവും. അവർ നല്ലൊരു കമ്പനീൻ്റെ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യും. ആ ഹോൾഡിങ് മിക്കവാറും മന്ത്സ് ഓർ ഇയേഴ്സ് വരെ നീണ്ടു നിൽക്കാം. അത് കമ്പനീൻ്റെ ഗ്രോത്തിനനുസരിച്ച് പതിയെ പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയാണ് ചെയ്യുക. ഇവിടെ ഫണ്ടമെൻ്റൽസും പേഷ്യൻസുമാണ് കീ റോള് പെർഫോം ചെയ്യുന്നത്, ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ്സ് അല്ല. സോ ഇൻ ഷോർട്ട്, ട്രേഡേഴ്സ് ഫോക്കസ് ഓൺ പ്രൈസ്, ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ഓൺ വാല്യൂ. ട്രേഡേഴ്സിന് ഡെയിലി അറ്റൻഷൻ്റെ ആവശ്യമാണ്, ഇൻവെസ്റ്റേഴ്സിന് അത് ലോങ് ടേം കൺവിക്ഷൻ ആണ് വേണ്ടത്. ഓൾസോ ട്രേഡിങ് നമുക്ക് പെട്ടെന്ന് പൈസക്കാരനാക്കാൻ സഹായിക്കും, പക്ഷേ ഇൻവെസ്റ്റിംഗ് അത് സസ്റ്റൈനബിൾ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി പറയാൻ പോകുന്നതാണ് ബിഗിനേഴ്സ് ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പെർഫോമൻസ് കാണിക്കുന്നത്. ഒരു ട്രേഡ് അങ്ങ് എടുക്കും, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ, ഇങ്ങോട്ട് അതിനെ ലോങ് ടേം എന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഷോർട്ട് ടേമിൽ തന്നെ പാനിക്കായിട്ട് പ്രൈസ് ഡ്രോപ്പ് കാണുമ്പോൾ സെൽ ഔട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ റോൾ സോർട്ട് ഔട്ട് ചെയ്യുക, നിങ്ങൾ ട്രേഡർ ആണോ അതോ ഇൻവെസ്റ്റർ ആണോ എന്ന്. സോ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും രണ്ടും പവർഫുൾ ആണ്, പക്ഷേ നല്ല ക്ലാരിറ്റിയോടെയും വിഷനും വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട് പിന്നെ കാണാം. ചെയ്യാം.